നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിൽ 1600 രൂപ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ 4800 രൂപ കുടിശ്ശിക എന്ന് ലഭിക്കും. ബജറ്റിൽ പറഞ്ഞതായിരുന്നു 4800 രൂപ കുടിശ്ശിക ഉടൻ ലഭിക്കുമെന്നുള്ള കാര്യം. അതെന്ന് ലഭിക്കുമെന്നതിനെ കുറിച്ച് നോക്കാം. അതിനു മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ മസ്റ്ററിങ്. ഇതുവരെയും മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കുക. 2024 ഡിസംബർ അവസാന തീയതികളിലായിരുന്നു നമ്മോട് മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും 80% ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയത്. അതായത് ഒരു പഞ്ചായത്തിൽ 100 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 20 ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് പല ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത്. എന്ത് കാരണം കൊണ്ടായാലും മസ്റ്ററിങ് പൂർത്തിയാക്കാഞ്ഞാൽ തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായി മസ്റ്ററിങ് പൂർത്തിയാക്കുക. മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. മസ്റ്ററിങ് ചെയ്തിട്ട് എന്തെങ്കിലും ആധാർ കാർഡിലെ പേര് വ്യത്യാസം മൂലമോ അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലമോ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ പേരുകൾ കൊടുക്കാനും ശ്രദ്ധിക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിന് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് അവർക്ക് മസ്റ്ററിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത മാസങ്ങൾ മുതൽ ചിലപ്പോൾ പെൻഷൻ മസ്റ്ററിങ് ഒരു പുതിയ രൂപത്തിലായിരിക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ വഴിയായിരിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടി വരിക. നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ആധാർ കാർഡിൽ കൊടുത്തതുപോലെ തന്നെ നോക്കിയായിരിക്കും ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇതുവരെയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ മാറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഫോട്ടോ മാറുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് 60 വയസ്സ് തികയാത്ത ആളുകളുണ്ടെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായും ഒരു അഫിഡവിറ്റ് നൽകണം. പുനർവിവാഹിതമായിട്ടില്ലാത്ത അഫിഡവിറ്റ് നൽകണം. എങ്കിൽ മാത്രമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ പെൻഷൻ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പെൻഷൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ വഴിയോ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ആക്റ്റീവ് ആണോ അതോ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് തടഞ്ഞു വെച്ചത് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളും വീഡിയോസിൻ്റെ കമൻറ്റിൽ താഴെ പറയാറുണ്ട്, കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചില്ല, അത് 2 മാസം മുമ്പ് പെൻഷൻ ലഭിച്ചിരുന്നതെല്ലാം. അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ എന്തെങ്കിലും രൂപത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി നടക്കുന്നതിൽ തന്നെ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ രേഖകളെല്ലാം വളരെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് കറക്റ്റായി പെൻഷൻ ലഭിക്കുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ ആധാറുമായി ലിങ്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് കറക്റ്റായി കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ആധാറിൽ കൊടുത്തിരുന്ന ഫോൺ നമ്പറും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തുടർന്ന്